ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള ദൈവജനമേ, ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിനം. നമ്മളെല്ലാവരെയും ഈശോയുടെ തിരുഹൃദയം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയ രൂപത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ കണ്ണുകൾ എന്നെ മാത്രം നോക്കുന്നു എന്നല്ലേ തോന്നുക? സങ്കീർത്തകൻ പറയുന്നു 34:5, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. വീണ്ടും സങ്കീർത്തനം 145, 15, 16, എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു, അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു, അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. പ്രിയ ദൈവ പൈതലേ, ഇതാണ് ഈശോയുടെ തിരുഹൃദയം നൽകുന്ന ഉറപ്പ്. നമ്മുടെ ജീവിത ഞെരുക്കങ്ങളിൽ അവിടുത്തെ നോക്കുക. ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദിവ്യ സക്രാരിയുടെ മുൻപിൽ ദീർഘസമയം ആയിരിക്കുക, പ്രത്യേകിച്ചും ജീവിത നൊമ്പരവേളകളിൽ. വിശുദ്ധ മത്തായി 17:8. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഈശോയെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ ഈശോയെ കാണാൻ സാധിക്കട്ടെ. നമുക്കും നമ്മുടെ കണ്ണുകൾ ഉയർത്താം, ഒപ്പം കാതുകൾ തുറക്കാം, ഹൃദയമൊരുക്കാം, അവിടുത്തെ കാണുന്നതിന്, കേൾക്കുന്നതിന്, അനുഭവിക്കുന്നതിന്. അതുവഴി ഒരു വ്യക്തിയുടെ ആത്മീയ ഔന്നത്യത്തിൻ്റെ അളവുകോലായ ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും ആഴങ്ങൾ നമ്മുടെ സ്വന്തമാകട്ടെ.